ആറ്റുകാൽ പൊങ്കാല ലക്ഷക്കണക്കിന് വിശ്വാസികൾ ഭക്തിസാന്ദ്രമായ മനസ്സുമായി ഒത്തുചേരുന്ന ഇടം. അവിടെ അന്നാരാജൻ എന്ന നടിയെത്തിയത് ഒരു വിശ്വാസിയുടെ വേഷത്തിലാണ്. എന്നാൽ ആ ദിവസം സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞത് അവളുടെ വിശ്വാസമായിരുന്നില്ല, മറിച്ച് ചില ക്യാമറ കണ്ണുകൾ തേടിപ്പിടിച്ച അവളുടെ ശരീരഭാഗങ്ങളായിരുന്നു. അപമാനിക്കപ്പെട്ടത് ഒരു സ്ത്രീയാണ്, അവളുടെ വിശ്വാസമാണ്. ഒടുവിൽ ക്ഷമാപണം നടത്തിയത് അന്നാരാജനാണ്. ഇവിടെയാണ് നമ്മൾ ചോദിക്കേണ്ടത്, ക്ഷമ ചോദിക്കേണ്ടത് അന്നാരാജനാണോ അതോ മാന്യതയുടെ അതിരുകൾ ലംഘിച്ച് ക്യാമറ തിരിച്ചവരോ? ഒരു സ്ത്രീ ഭക്തിയോടെ നിൽക്കുമ്പോൾ അവളെ ഒരു കാഴ്ചവസ്തുവായി മാത്രം കാണുന്ന ഈ മനോഭാവം എവിടെ നിന്നാണ് വരുന്നത്? യൂട്യൂബ് വ്യൂസിനും സോഷ്യൽ മീഡിയ ലൈക്കുകൾക്കും വേണ്ടി മനുഷ്യത്വത്തെ ബലി കഴിക്കുന്ന ഈ പ്രവണത മാധ്യമ പ്രവർത്തനത്തിന്റെ ഏത് പുസ്തകത്തിലാണ് എഴുതിയിട്ടുള്ളത്? ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. ഉത്സവ പറമ്പുകളിലും പ്രതിഷേധ സ്ഥലങ്ങളിലും, എന്തിന് പൊതു ഇടങ്ങളിൽ പോലും ക്യാമറകൾ ഒരു പ്രത്യേക രീതിയിൽ സ്ത്രീകളെ മാത്രം ഫോക്കസ് ചെയ്യുന്നു. സത്യം പറയേണ്ടതും സമൂഹത്തിന്റെ കണ്ണാടിയാകേണ്ടതുമായ മാധ്യമധർമ്മം ഇവിടെ സ്ത്രീകളുടെ സ്വകാര്യതയെ അധിക്ഷേപിക്കുന്ന ഒന്നായി മാറുകയാണ്. അന്നാരാജൻ ഇവിടെ ക്ഷമ ചോദിക്കേണ്ട സാഹചര്യം ഒട്ടും തന്നെയില്ല, മറിച്ച് സ്ത്രീകളെ അധിക്ഷേപിക്കുന്ന തരത്തിൽ ഇത്തരം ദൃശ്യങ്ങൾ പകർത്തി പ്രചരിപ്പിക്കുന്നവരാണ് സമൂഹത്തോട് ക്ഷമ ചോദിക്കേണ്ടത്. ക്യാമറയ്ക്കപ്പുറമുള്ള മനുഷ്യനെ കാണാൻ പഠിക്കാത്തവർ ആദ്യം മാന്യത എന്താണെന്ന് പഠിക്കണം. ന്യൂസ് ഡെസ്ക് ZECO ന്യൂസ്.